നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം അത് ആത്മാർത്ഥമായിട്ടാണോ, അവര് സത്യസന്ധമായിട്ടാണോ ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് ജസ്റ്റിസ് കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു സെപ്പറേഷനോ ഒരു നോ കോണ്ടാക്റ്റോ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നീതി എന്ന് പറയുമ്പോൾ ഇവിടെ സത്യസന്ധതയാണ് കാണിക്കുന്നത് കേട്ടോ. സത്യസന്ധമായിട്ടുള്ളൊരു റിലേഷൻ തന്നെയാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആത്മാർത്ഥത ഇല്ലാത്തൊരു റിലേഷൻ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ നീതി കിട്ടില്ല, നമുക്കൊരു സന്തോഷം അവിടെ കിട്ടില്ല, നമുക്കൊരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടാവില്ല. പക്ഷെ അവിടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഏസ് ഓഫ് കപ്സ് എനർജിയാണ് ഇത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അൺകണ്ടീഷണലി ആണ്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ്. നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നതെന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകുന്ന രീതിയിൽ അത്രയും ഡെപ്തിൽ ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയും ഒരു ഇന്റൻസ് ആയിട്ട് നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം അവർ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത്രയും ഡെപ്തിലുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജി ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ആഴത്തിലുള്ള ആ ഒരു അവരുടെ മനസ്സിലുള്ള സ്നേഹം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കാരണം അവരൊരു എന്താ പറയാ, പേജ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പം ഇവിടെ ഒരു ചൈൽഡിഷ് ആയിട്ടായിരിക്കും അവർ നിങ്ങളോട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അവർ ആ ഒരു സീരിയസ്നെസ് ചിലപ്പോൾ ഈ റിലേഷനിൽ കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ഫ്ലേർട്ടിംഗ് ആണോ, അല്ലെങ്കിൽ ഇത് ഈ ഒരു പേഴ്സൺ എന്നോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു താൽക്കാലികം മാത്രമാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. അപ്പോൾ അത് അവര് ഒരു മെച്ചുവേർഡ് അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ അവരുടെ മനസ്സിൽ അവര് ഡീപ്പ് ലെവലിൽ തന്നെ ഈ റിലേഷനെ കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അത്രയും ഡെപ്തിൽ ഈ റിലേഷൻ അവർ കാണുന്നു എന്നുള്ള തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ ബിഹേവിയർ അങ്ങനെയാണെന്ന് കരുതി നിങ്ങളത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവർ ഈ റിലേഷൻ ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ ഒരു ചൈൽഡിഷ് ആയിട്ടായിരിക്കാം, ഒരു എന്താ തമാശ രൂപേണൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അവര് ഇത് തമാശക്ക് എടുക്കുന്നതാണോ സീരിയസ് തന്നെ ആണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷെ അവര് സീരിയസ് ആണ്. ഓക്കെ, ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾ തമ്മിൽ ഇനിയിപ്പം എന്തെങ്കിലും ഇടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഈ റിലേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് കാണിക്കുന്നത്. അതും താൽക്കാലികം മാത്രമായിട്ടുള്ള ഒരു കർമ്മയാണ്. അത് ചില സമയത്ത് ചിലപ്പോൾ അത് നിങ്ങളുടെ റിലേഷനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉപകരിക്കുന്നത്. അങ്ങനെ ഒരു സെപ്പറേഷൻ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തമായിട്ട് റിലേഷനിലോട്ട് തിരികെ വരുന്ന എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു കർമ്മ എന്ന് പറയുന്നതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. നിങ്ങളുടെ റിലേഷനെ ഒന്നുകൂടി ശക്തമാക്കി കൊണ്ടുവരാൻ ആ ഒരു കർമ്മ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. 9 ഓഫ് സോർട്സ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിൽ ഇപ്പം വഴക്കിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, ഡിസ്കോണ്ടാക്ട് ആയിരിക്കാം. പക്ഷെ അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ റിലേഷൻ അങ്ങനെ എൻഡായി പോകുന്നില്ല. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ട് തന്നെ ഈ റിലേഷനിലോട്ട് തിരികെ വരിക അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടുക എന്നുള്ള കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. ഓക്കെ, കംപ്ലീറ്റ്ലി ഇത് എൻഡാക്കി പോവാൻ ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല. ഓക്കെ, 7 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഒരു അകൽച്ച കാണിക്കുന്നുണ്ട്.
ഒരു വഴക്കിന്റെ, ഒരു വാക്ക് തർക്കത്തിന്റെ, രണ്ടുപേരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷന്റെ എൻഡിങ്ങിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുന്ന രീതിയിലുള്ള ഇഷ്യൂസ് മാത്രമാണ്. ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിട്ട് മാത്രം അതിനെ നിങ്ങൾ കണ്ടാൽ മതി. അല്ലാതെ അത് എന്തോ ഒരു വലിയ പ്രശ്നമാണ്, ഞങ്ങളുടെ റിലേഷൻ ഇവിടെ എൻഡായി പോകും എന്നുള്ള ഒരു പേടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾ ആ ഒരു ഇമോഷൻ യൂണിവേഴ്സിന് കൊടുക്കരുത്. നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് കൊടുക്കരുത്. ഓക്കെ, ഇവിടെ ഈ റിലേഷനിൽ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം മാത്രമായിട്ടാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നതായിട്ടാണ്, ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴും അവര് ഒരു ആക്ഷൻ ഇടാതെ നിൽക്കുവാണെങ്കിൽ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ ഈ റിലേഷനോട് തിരികെ വരുന്ന ഒരു എനർജിയാണ് കേട്ടോ, തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇപ്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് താൽക്കാലികം മാത്രമായിട്ടുള്ള ഒരു അകൽച്ചയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൻസ് എനർജിയാണ്, ഒരു റിയൂണിയൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു റിയൂണിയൻ ഉണ്ടാവും. രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ, രണ്ടുപേരും പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. രണ്ടുപേരും ഒന്നിച്ച് കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ കോള് ചെയ്യുകയോ സംസാരിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രശ്നം സംസാരിച്ച് തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ആവുകയും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ കൂടുതൽ സ്ട്രെങ്തനായി മുന്നോട്ട് പോവുകയും ചെയ്യും. പഴയ ആ ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സെൽഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പം സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം റിലേഷനിലാണ്, നിങ്ങൾ തമ്മിലിപ്പം നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിലും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വാല്യൂ കൊടുക്കണം. നിങ്ങൾ ഒരാൾക്ക്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മാത്രം വാല്യൂ കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഹോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഹോപ്പ് ഉണ്ട്. ഇവിടെ മുന്നോട്ട് ഈ റിലേഷൻ ഓക്കെ ആയി വരും. ഇവിടെ നിങ്ങൾക്കൊരു ഹോപ്പ് വെക്കാം, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും എന്നുള്ള എനർജി തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഓവർവെൽമഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു പെയിൻ അവർ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി ഭയങ്കരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഒരുപാട് വറി ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് കാണിക്കുന്നത്. യെസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളും നിങ്ങളെ പേഴ്സണും തമ്മിലുള്ള ഒരു റിയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റിയൂണിയൻ ഉടനെ സംഭവിക്കും, മുന്നോട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഏപ്രിൽ 1994, ഭരണി ജൂൺ 1992, അശ്വതി ആയില്യം, തൃക്കേട്ട, ലെറ്റർ ജെ 1996, ആയില്യം, ലെറ്റർ എം, ലെറ്റർ വി. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.